ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാരെ നരകത്തിലെത്തിക്കാറുണ്ടോ? ആ അന്യം ചെയ്യുന്നത് കണ്ടിട്ട് ഭർത്താവിനെ കുരുക്കുത്തുക, ഇതുപോലൊക്കെ നിങ്ങൾ 10 കൊല്ലം പോയിട്ട് അയാൾ 2 കൊല്ലമായിട്ടേ പോയിട്ടുള്ളൂ. അയാൾ അറബിനെ എത്തിക്കാനേ ചേർത്തിട്ട് അതൊക്കെ ചെയ്ത്, അല്ലാണ്ട് 25 കൊല്ലം കൊണ്ട് നേടേണ്ട ഒരുത്തൻ 2.5 മാസം കൊണ്ട് നേടി എന്ന് പറഞ്ഞാൽ അത് ഹലാലല്ലാന്ന് ചിന്തിക്കാൻ തലച്ചോറിലേക്ക് മനസ്സിലാവൂലേ? അതുകൊണ്ട് പടച്ചോന്ന് ഓർത്തിട്ട് എന്റെ ഉത്തരവാദിത്തം ഞാൻ പറയുന്നത്, നിങ്ങളോട് എനിക്ക് സ്നേഹം കൊണ്ടാണ് പറയുന്നത്, ഒരിക്കലും ഇത്തരത്തിലുള്ള ചൊറയെന്ന് രക്ഷപ്പെട്ടു. അതെന്തുകൊണ്ടാണെന്നറിയോ? അതാണ് ഇനി നമ്മളെ വിഷയത്തിന്റെ മർമ്മം. ഒമ്പേരക്ക് അവസാനിക്കും. ഏത് ഭൂമിയിൽ വെച്ചാ നിങ്ങൾ മരിക്കുക, നാളെ എന്താ സംഭവിക്കുക നിങ്ങൾക്കൊരാൾക്ക് പറയാൻ കഴിയൂല. നാളെ എന്താ സംഭവിക്കുക, ഏത് ഭൂമിയിൽ വെച്ചാ നിങ്ങൾ മരിക്കുക. അപ്പൊ ഏറ്റവും ഫാസ്റ്റില് ഇതൊക്കെ തെർത്തീബാക്കുക. ഒരു ചരിത്രം കേൾക്കണേ നിങ്ങൾക്ക്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് ആ ദുഃഖ ദിവസമൊക്കെ കഴിഞ്ഞു. ഇത് ഹൃദയത്തിൽ കൊള്ളാത്തവരുടെ ഹൃദയം എന്താണ് നിങ്ങൾ തീരുമാനിക്കണം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഫാത്തിമ ബീവിയും അലിയാർ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് എന്ന ഭരണാധികാരിന്റെ അടുത്ത് വരികയാണ്. എന്തിനാ വരുന്നത് അറിയങ്ങള്? എൻ്റെ അപ്പ വിട്ടേച്ചു പോയ 10 സെന്റ് ഭൂമി, ഫാത്തിമ ബീവി പറയാൻ എൻ്റെ അപ്പൊക്കെ ഒരു 10 സെന്റ് ഭൂമി അവിടെ ഉണ്ടായിരുന്നു, അതെനിക്ക് തരണമെന്ന്. ഭരണാധികാരി അദ്ദേഹത്തിനായതുകൊണ്ട് അതൊക്കെ അവർ അറിഞ്ഞുകൊണ്ട് വേണം ചെയ്യാൻ. ഇപ്പൊ വിട്ടേച്ചു പോയ 10 സെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, 1000 10 സെന്റ് ഉപ്പാൻ്റെത് 1000. ഫാത്തിമ 1000 ഇപ്പല്ലേ? അല്ല, അതെന്താ ചോദിച്ചു, മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് 30 ദാനം ചെയ്തിട്ടാ മരിച്ചത്. കാരണം ഹദീസിൽ എന്താള്, നിങ്ങൾ ബുദ്ധിയുള്ളവരെ കണ്ടിട്ടുണ്ടോ എന്നൊരു ഹദീസ്, വിവേകമുള്ളവരെ കണ്ടിട്ടുണ്ടോ? അവ സാബത്ത് ചോദിച്ചു, അള്ളാഹു റസൂലിനെ അറിയൂന്ന്. അപ്പൊ പറയണ വിവേകമുള്ളവൻ ആരാറിയോ? അവനാന്റെ സ്വത്ത് സ്വർഗത്തിന് വേണ്ടി കംപ്ലീറ്റ് ചെലവഴിച്ച് പോകുന്നവനാണ് വിവേകമുള്ളവനെന്ന്. അല്ലാണ്ട് സ്വന്തം സ്വത്ത് അനന്തരാവകാശികൾക്ക് ഫുള്ള് വിട്ടുകൊടുത്തിട്ട് അവനാണ് നരകം നേടുന്നവനല്ല. നമ്മൾ അധ്വാനിച്ച് മരിക്കണവരെ സ്വത്ത് മുഴുവനും നമ്മളതാ. ബാപ്പ നിങ്ങൾ തന്നെ അങ്ങനെയൊന്നും ചെയ്യരുത്, അത് ഞങ്ങളത് കൂടിയാ ഓടാ ചെക്കവിടുന്നു. ഞാൻ മരിക്കണവരെ ഇതിന്റെ സ്വത്താ. ഇജ്ജ് അധ്വാനിച്ചിട്ട് കിട്ടിയാലേ, ഞാൻ ചോര നീരാക്കി കിട്ടിയ, ഞാൻ മരിച്ചാൽ നിനക്കുള്ള. മരിക്കണവരെ എന്റെതാ, എന്റെ കടക്കാൻ തീർക്കും. ഇത് ഇന്റെ ഇപ്പ തന്നല്ല, ഞാൻ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ. എന്റെ കുട്ടിയെ ഇന്റെ മോനാണല്ലോ, ഞാൻ ഇതൊക്കെ അധ്വാനിച്ചുണ്ടാക്കി, ഈ അധ്വാനിച്ചുണ്ടാക്കുക. എന്നുള്ള വഴി ഞാൻ പറഞ്ഞുതരാം, ബാക്കിയുള്ള ഈ ചെയ്യും. അത് നമ്മൾ പറയില്ല. നമ്മൾ വലിയ സ്നേഹമുള്ളവരങ്ങനെ അഭിനയിക്കൂ മക്കളോടെ, എന്നിട്ട് നരകം ഉണ്ടാക്കണത്. ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഈ പോയിന്റ് മനസ്സിലായോ ശരിക്കും? അതുകൊണ്ട് പ്രവാസ ജീവിതത്തിൽ തൊലഞ്ഞു പോകരുത്, ശ്രദ്ധിക്കും എല്ലാവരും. ആയത്തൊന്നൂർ പറയണേ. ഒരു പാകിസ്ഥാനി, എപ്പോഴും പറയുന്നതാണ്, വീണ്ടും പറയാണ്. ஆனால் എപ്പോൾ പറഞ്ഞാലും പോയിന്റാണ്. അതുകൊണ്ട് ഞാൻ ദുബായിലുള്ളൊരു സമയത്ത് 6 നില കെട്ടിടത്തിന്റെ മുകളിൽ ഒരു പാകിസ്ഥാനി താഴോട്ട് വീണ്. 6 നില കെട്ടിടത്തിന് മുകളിൽ താഴോട്ടൊരു പാകിസ്ഥാനി വീണ. ഒരു കാർമല പാകിസ്ഥാനി പറഞ്ഞാല്, ഞാൻ ഇന്ന് പള്ളിയിൽ ആ സംഭവം ഓർത്താൻ അറിയോ? നമസ്കരിച്ച പള്ളിയിലുണ്ട്, എനിക്കിങ്ങനെ നോക്കേണ്ട ഒരു പാകിസ്ഥാനി. അയാളെ ഐറ്റും വെട്ടി അയാളങ്ങ് എന്റെ മേത്തൊക്കെ കിടന്നാൽ ഞാൻ ഭൂമി താന്നാൻ പോകും, എടുക്കാനൊന്നും ഉണ്ടാവില്ല. പിന്നെ ഏകദേശം ഒരു പിടി മണ്ണിട്ട് വെച്ചാൽ മതിയാവും. അങ്ങനത്തെ ഐറ്റ് വേണ്ടിയുള്ള ഇങ്ങനത്തെ ഒരു പാകിസ്ഥാനി 6 നില കെട്ടിടത്തിന് മുകളിൽ താഴോട്ട് വീണ. ആ കാറ് പിന്നെ ഉണ്ടാവുമോ? ആ കാറ് പൊടിഞ്ഞ് അമർന്ന് പോയി. അയാൾക്കൊന്നും പറ്റിയില്ല. അയാൾ എഴുന്നേറ്റ് വന്ന് നോക്കിക്കുന്നവർക്ക് മുഴുവനും അപ്പുറത്തെ റോട്ട് പോയി ഒരു പെപ്സി വാങ്ങി കൊടുക്കാൻ തീരുമാനിച്ച്, ഒരു ശുക്ർ ചെയ്യാന്നുള്ളതിൽക്ക് അയാൾ അത്രേ കരുതിയുള്ളൂ. 6 നില കെട്ടിടത്തിന്റെ മുകളിൽ വീണ് മരിക്കാത്ത ആ മനുഷ്യനെ ആ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു കാറ് വന്ന് ഇടിച്ച് തെറിച്ചിട്ട് അപ്പം മരിച്ചു. അപ്പൊ എന്താ അല്ലാഹു ഖുർആനിൽ പറഞ്ഞ, എവിടെ വെച്ച് എപ്പം മരിക്കുന്നു? ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. 16-ാം അധ്യായം 61-ാമത്തെ വചന. മരണത്തിന്റെ സമയമായാൽ ഒരു നായിക പിന്തിക്കൂല. സുലൈമാൻ നബിയുടെ രാജ സദസ്സിൽ ഒരു സംഭവം ഉണ്ടായി. എത്ര ആധികാരികം എന്നറിയില്ല, ചരിത്രം ആയതുകൊണ്ട് ബേജാറില്ല, വേറെ അമലുകൾ ചെയ്യുന്ന കാര്യമൊന്നുമല്ല. അപ്പം മലക്കുകളും ജിന്നുകളും ഒക്കെ ഉള്ള സദസ്സാണ്. ആരുടെ സദസ്സ്? മനുഷ്യരും ഒക്കെ ഉള്ള സദസ്സാണ് സുലൈമാൻ നബീന്റെ സദസ്സ്. അതറിയാലോ.
അപ്പൊ ആ സദസ്സിലിരിക്കുമ്പോ അവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ ഒരാൾ രൂക്ഷമായിട്ട് നോക്കുകയാണ്, വേറൊരാള് രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഇയാൾക്ക് ഭയങ്കര ടെൻഷൻ. ഇയാൾ നിന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കണേന്ന്. അപ്പൊ അയാൾ ചോദിക്കാണ്, നിങ്ങൾ എന്താ എന്നെ മാത്രം ഇങ്ങനെ നോക്കണേ? ഈ നോക്കിയാൾ പറയാണ്, ഞാൻ മലക്കുൽ മൗത്താണ്, മനുഷ്യന്റെ വേഷത്തിൽ വന്നാണ്, എന്റെ റൂഹ് പിടിക്കേണ്ടത് ഒരു ഗുഹേനാണ്, ഇജ്ജ് എന്തിനാ ഇവിടെ ഇരിക്കണേന്ന് നോക്കിയതാണ്. എന്റെ റൂഹ് പിടിക്കാൻ അള്ള എന്നെ ഏൽപ്പിച്ച ഒരു ഗുഹയെന്നാണ്, രാജ സദസ് എന്നല്ല. ഇത് കേട്ട വടെ ഇയാൾ ആ സദസ് നിന്ന് ഇറങ്ങി ഇവിടെ ഒരു ഗുഹയെ പോയി ഒളിച്ചു തരുന്നേ. മലക്കുൽ മൗത്ത് അവിടെ പോയിട്ട് റൂഹ് പിടിച്ചിട്ട് പോകുന്നത്. കാരണം എവിടെ വെച്ച് എപ്പോ. എന്നിട്ട് തുർമുദി പറയാണ്, ഒരു ഹദീസ് പറയാണ്, ഒരാൾ മരിക്കേണ്ട ലൊക്കേഷനിൽ നട്ടപ്പാതിരാക്ക് ഉറങ്ങുമ്പോ ആ ടൈമിലാണ് മരിക്കണ്ടെങ്കിൽ അയാളെ അവിടെ അള്ള എത്തിച്ചിരിക്കുന്നു. ഒരു ഫോൺ കോൾ വന്ന സുഹൃത്തിന്റെ ഇന്ന സ്ഥലത്തേക്ക് വരണമെന്ന്, ഭാര്യ ഒന്നും അറിയാതെ അയാൾ തിരിച്ചു പോയാൻ വരുമല്ലോ എന്നുള്ളവർക്ക് ഫ്രണ്ടിന്ന് പൂട്ടി അയാൾ പോയി. മരിക്കേണ്ട ലൊക്കേഷനിലേക്ക് അള്ള അയാളെ കൊണ്ടുവരുന്നത്. അള്ള പറയാം ഒരു കാരണം ഉണ്ടാക്കും. ആ മരിക്കേണ്ട ലൊക്കേഷനിലെ ആ മനുഷ്യൻ നമ്മൾ ചോദിക്കുക, അയാൾക്ക് എന്ത് കാരണപ്പുള്ളു അവിടെ ചെല്ലണ്ട, എന്ത് കാര്യം എന്നേക്കുള്ള. ഇങ്ങനെ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന നാം ഒരു ഖുർആന്റെ വചനം കേട്ടോളി കേട്ടോ, പെട്ടെന്ന് ഓർമ്മ വന്നാണേ. 39-ാം അധ്യായം സൂറത്ത് സുമറാണ്, 42-ാമത്തെ വചനം. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമൂത് ഫീ മനാമിഹാ. ആയത്ത് എന്താ പറയുക അറിയോ? നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളെ റൂഹ് പിടിക്കും അല്ലാഹു. റൂഹ് തിരിച്ചു കൊടുക്കാൻ വിചാരിച്ച ആളുകൾക്കുണ്ടല്ലോ, ഓർക്ക് സുബൈക്ക് ആത്മാവിനെ അള്ള വിട്ടുകൊടുക്കും. ഈ ആയത്ത് നിങ്ങളൊന്ന് കേട്ടുനോക്കിയേ. നീ കിടന്നു, എനിക്കറിയാൻ ചില ആളുകളുടെ മരണം നാട്ടിൽ കഴിഞ്ഞ നോമ്പിന് ഭാര്യയിൽ നിന്ന് അത്തായൊക്കെ കഴിച്ച സുബൈൻ്റെ മുമ്പ് അയാൾ വെറുതെ ഒന്ന് കിടന്നു, അയാളങ്ങ് മയങ്ങിപ്പോയി. സുബൈക്ക് കാണാറായപ്പോ പോയിട്ട് പിടിച്ച് കുലുക്കി നോക്കിയാ, അപ്പൊ ഇങ്ങനെ ചൂട് തടഞ്ഞു വരികയാണ്, മരിച്ചിട്ടുണ്ട്. ഉറക്കത്തിൽ പിടിക്കും. അപ്പൊ അങ്ങനെ പിടിക്കാൻ അള്ള നിശ്ചയിച്ച ഒരാളാണ് ഞാൻ. നിങ്ങൾ വിചാരിച്ചു നിങ്ങളെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ബേജാറ്. ഞാനിപ്പോ ഇന്ന് രാത്രി 12 മണിക്ക് ഈ ഇവിടെ വെച്ച് മരിക്കാൻ അള്ള തീരുമാനിച്ച ഒരാളാണ് ഞാൻ വിചാരിക്കുക. ഇനി എനിക്ക് എത്ര മണിക്കൂറുണ്ട്? ഞാൻ ചോദിക്കുക നിങ്ങളോട്, മരണത്തിന്റെ സമയം അള്ള അറിയിക്കാത്തതുകൊണ്ട് ആത്മാർത്ഥമായി ഞാൻ ചോദിക്കുകയാണ്, ഒരുങ്ങുന്നുണ്ടോ? എപ്പം മരിച്ചാലും ഇപ്പൊ മക്കളെ വിളിച്ചിട്ട് ഇബ്രാഹിം നബി പറയണത്, മക്കളെ ഒറിജിനൽ മുസ്ലിം ആയിട്ട് ജീവിക്കണം. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മോനെ ഇസ്മായിൽ, ഇസ്ഹാഖ്, മുസ്ലിം ആയിട്ടല്ലാതെ മോനെ മരിക്കല്ലേ. മുസ്ലിമിന് പറ്റാത്തൊരു സ്വഭാവം മോനെ ചെയ്യരുതേ. 2-ാം അധ്യായം സൂറത്ത് ബഖറ 132, 3-ാം അധ്യായം 102. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു മുസ്ലിമിന് യോജിക്കാത്ത ഒരു പ്രവൃത്തിയും ജീവിതത്തിന്റെ ഒരു ടൈമിലും ചെയ്യാതെ സൂക്ഷിച്ചോ, മലക്കുൽ മൗത്ത് എപ്പം വന്നാലും റെഡി. അങ്ങനെ ജീവിക്കാൻ നമ്മൾക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? അതാണ് ഇനി 3 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. തുടരണോ? കുറച്ച് സമയമുണ്ട് കേട്ടോ, വളരെ ചുരുങ്ങിയ സമയം. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് കേൾക്കും. മരണം വന്നെത്തുന്നതിന് മുമ്പ് തൗഹീദ് ക്ലിയർ ആണോ? നമ്മുടെ പടച്ചോനെ മാത്രം ആരാധിക്കുന്നവരാണോ നമ്മൾ? അത് ഉറപ്പ് വരുത്തുക. ഒരു നിലക്കും ശിർക്ക് വരുന്നില്ല എന്നുറപ്പ് വരുത്തുക. അപ്പൊ നമസ്കരിക്കുകയാണ് നമ്മളെ രണ്ടാളും നോക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഉണ്ടൊരു ശിർക്ക് വരാൻ. അപ്പൊ ഒരു ശിർക്ക് വരുന്നുണ്ട്. അതെന്താ? ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓനെ കാണുന്നുണ്ട്, ഞാൻ തർക്കടില്ലാത്ത ഒരു നിസ്കാരക്കാരനാണ്, ഓന് തോന്നിക്കോട്ടെ എന്ന് കരുതി നമ്മളൊന്ന് ഭംഗിയാക്കി നിസ്കാരം വളരെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് റുക്കുവും സുജൂദും ഒക്കെ മാഷാ അല്ലാഹ് വല്ലാത്തൊരു നിസ്കാരമായിട്ടുള്ളത്. അതിന് ശിർക്കുൽ അസ്ഗർ എന്നാ പറയാ. എന്താണ്? ചെറിയ ശിർക്ക്. ചെറിയ ശിർക്ക്. റിയാ എന്താണ്? ലോകമാന്യം എന്താണ്? ചെറിയ ശിർക്കാണ്. അങ്ങനെ നമുക്ക് വരാറുണ്ടോ? ഒരു ചരിത്രം. 18-ാം അധ്യായം ഏതാണ്? സൂറത്ത് കഹ്ഫാണേ. അതിൽ എത്ര ആയത്തുണ്ട്? മാഷാ അല്ലാഹ് 110 അല്ലേ? 110-ാമത്തെ ആയത്ത് എന്താണെന്നറിയോ? ആ ഇറങ്ങാനൊരു പശ്ചാത്തലം എന്താണെന്നറിയോ? അറിയോ? ആർക്കെങ്കിലും അറിയോ? ആ ആയത്ത് ഇറങ്ങാനൊരു പശ്ചാത്തലം ഉണ്ട്. അറിയുന്നൊന്ന് കൈബന്ധിക്ക്. ശരി, എന്നാ കേട്ടോളി. ഒരു വ്യക്തി
അയാൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ്, നബിയെ ഞാൻ കുടുംബത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മളൊക്കെ തന്നെ എന്ത് ചെയ്യും? കുടുംബത്തിന് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഇയാൾ പറയാണ്, നബിയെ ഞാൻ അള്ളാഹുവിന്റെ വജിഹയെ ഉദ്ദേശിക്കുന്നുള്ളൂ, പക്ഷേ ഞാൻ ഈ ചെയ്യുന്ന അമൽ ഒരു 4 ആൾ അറിയുമ്പോൾ എനിക്കൊരു നിർവൃതിയുണ്ട്, അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. അപ്പൊ ഇറങ്ങിയ ആയത്താ അത്. അങ്ങനെ ആയത്തൊന്ന് ഓതി നോക്കിയേ. കുല്ലിന്നമ അനബശറും മിസ്ലുക്കും യുഹ ഇലയ്യ യുഹ ഇലയ്യ അന്നമ ഇലാഹുക്കും. എന്നിട്ട് എന്താ പറയണേ? ഫമൻകാന, ആ ഭാഗം ഒന്ന് ഓതിയേ. ഫമൻകാന യർജു ലിഖാ റബ്ബി ഫൽയഅമൽ അമലൻ സ്വാലിഹ വലാ ഉശ്രിക്. ഓ, എന്തേ പറഞ്ഞ്? അമലു സ്വാലിഹാത്ത് ചെയ്യുന്നവൻ ശിർക്ക് വരാതെ സൂക്ഷിച്ചോട്ടെ എന്ന്. എന്താ അമലു സ്വാലിഹാത്തിലെ ശിർക്ക്? ഇയാൾ എന്തേ പറഞ്ഞേ? ഈ മനുഷ്യൻ എന്തേലും പറഞ്ഞേ? അള്ളാന്റെ വജയാണ് ഞാൻ ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത്, പക്ഷെ അതൊരു 4 ആളറിഞ്ഞിന്നൊന്ന് പ്രശംസിക്കുന്ന എനിക്ക് ഒരു ഹാപ്പിയാണ്. അപ്പോഴാ അള്ള ഈ ആയത്ത് ഇറങ്ങി. അമലു സ്വാലിഹാത്ത് ചെയ്യുമ്പോൾ അതിൽ ശിർക്ക് വരാതെ. അതുകൊണ്ടല്ല അർശന്റെ തണൽ നിൽക്കുന്ന 7 വിഭാഗത്തിന്റെ ഒന്നെന്താണ്? വലത്തേക്ക് എടുത്തത് അതറിയാതെ. അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യവും അള്ളാനെ മുൻനിർത്തി ചെയ്തോളി, അത് മാത്രമേ ഉണ്ടാവും. മരിക്കുമ്പോൾ ഒരു ഏറ്റവും വലിയ സമാധാനം എന്തായിരിക്കണം? റബ്ബിനെ മുൻനിർത്തി ചെയ്ത അമലുകളായിരിക്കും നമുക്ക്. അപ്പോ ഞാൻ പറഞ്ഞു, ഒരു പോയിന്റ് പറഞ്ഞു, ഷിർക്ക് വരാതെ. ഷിർക്കുൽ അസ്ഗറും വരരുത്, ഷിർക്കുൽ അക്ബറും വരരുത്. രണ്ടാമത്തെ കാര്യം, പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യുന്ന ഇബാദത്ത് ഏതാ? അത് നല്ല കറക്റ്റാണ്. എല്ലാ സുന്നത്തും ക്ലാരിറ്റി വരുത്തി. അതായത് നബി കൈ എത്ര ഉയർത്തി, എവിടം വരെ ഉയർത്തി. ഇപ്പം നിങ്ങൾ നോക്ക്, ഞാൻ എനിക്ക് സങ്കടം എന്ന് പറയാൻ, ഇമാം ബൈഹഖി 30 സ്വഹാബിമാരിൽ നിന്നാണ് കൈ ഇങ്ങനെ ഉയർത്തി കെട്ടുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട്. ഒന്നുകൂടി ചിന്തിക്ക്. ഇമാം ബൈഹഖി 30 സ്വഹാബിമാര് സാക്ഷി, എന്ത്? നബി ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ കെട്ടിയിരുന്നു. ഇമാം ബുഖാരി 17 സ്വഹാബിമാരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ത്? കൈ ഇങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി കെട്ടിയിരുന്നു. മാത്രമല്ല, കൈ ഉയർത്തൽ എങ്ങനെയായിരുന്നു എന്നും വെച്ചതെങ്ങനെയായിരുന്നു എന്നും കൈ പിടിച്ചതെങ്ങനെയായിരുന്നു ഒക്കെ ഹദീസിലാണ്. കൈ ഇതാ നോക്കി, നമ്മൾ സാധാരണ ഇങ്ങനെ ഉയർത്തുന്നവരുണ്ട്, പല കോലത്തിൽ ഉയർത്തുന്നവരുണ്ട്. അങ്ങനല്ല, ഇതാ ഇത് നോക്കി, ഈ ഇത് കണ്ട ഷോൾഡർ കണ്ടോ? ഇതാണ് സ്വഹയായ ഏറ്റവും ശ്രേഷ്ഠമായ കൈ ഉയർത്തലായത്. ഇങ്ങനെ കൈ ഉയർത്തി കെട്ടേണ്ട എങ്ങനെ? ഇതിന്റെ ഈ നിർബന്ധമുണ്ടോ? കയ്യിൽ ഇങ്ങനെയും വെക്കാം, ഇങ്ങനെയും വെക്കാം. ഒന്നുകൂടി നോക്കൂ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ഒരു നിസ്കാരത്തിന്റെ ഒരു പൂർണ്ണത എന്താണ് ഈ നാട്ടുകാരെ പഠിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ. ഭയങ്കരമായ ഇങ്ങനെ ഫസല്ലി റബ്ബിക. അതിന്റെ അർത്ഥം എന്താ? നീ നമസ്കരിക്കുക, ബലിയിറക്കുക എന്ന്. അതിന്റെ വേറൊരു അർത്ഥം എന്താ? നമസ്കരിക്കുക, നെഞ്ചത്ത് കൈവെക്കുക. അബുൽ അല മൗദൂദി പോലും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ റിപ്പോർട്ട് ചെയ്തതെന്നറിയോ? അലീബിൻ അബി താലിബ് ഈ ആയത്തിനെ വിവരിക്കുന്ന എങ്ങനെ അറിയങ്ങള്? നീ നമസ്കരിക്കുക, നമസ്കാരത്തിൽ നിന്റെ കൈ നെഞ്ചത്ത് വെക്കുക. നെഹർ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം, ചെസ്റ്റിന്റെ മുകളിലുള്ള ഭാഗം. നിസ്കരിക്കൂ, കൈ നെഞ്ചത്ത് വെക്കൂ. ഇത്രയും ക്ലാരിറ്റി വരുത്തിയ ഒരു ചർച്ച ലോകത്ത് കിതാബിൽ നടന്നിട്ട് കണ്ടിട്ട് തന്നെയല്ല, പള്ളിയിലെ ഇമാമിയങ്ങളും ആലിമുകളും കണ്ടിട്ട് തന്നെയല്ല. അതുകൊണ്ട് അള്ളാഹിനെ ഓർത്തിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളൊരാളെ ഇവിടെ ഇരിക്കുന്നവർക്ക് വേഗം മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ വീട് നിർമ്മിക്കാനോ ടോയ്ലറ്റ് നിർമ്മിക്കാനോ ഒരാളെ, ഒരു കല്ല് പടുക്കുന്ന ഒരാളെ അയാൾ ഭംഗിയായിട്ട് ഇഷ്ടിക വെച്ച് നല്ല ഫിനിഷിങ്ങിൽ അയാൾ ആ കെട്ടിടം ഉയർത്തിയാൽ നിങ്ങൾക്കൊരു സംതൃപ്തി വരുന്നുണ്ടോ? നല്ല വർക്കാണുള്ളത്, ഞാൻ നല്ല തൃപ്തനാണ്, സമ്മതിച്ചോ? അതുപോലെ നിങ്ങൾ ഒന്നാമത്തെ സഫിൽ നിന്ന് വളരെ ക്ലാരിറ്റി വരുത്തി അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച പോലെ നിസ്കാരങ്ങൾ ചെയ്യുമ്പോൾ അള്ള പറയുന്ന ഒരു വാചകമുണ്ട്. അതെന്തറിയോ? ആ നിസ്കാരം ക്ലാരിറ്റി വരുത്തിയാണ് ഓനെ കാണുമ്പോൾ അള്ള പരലോകത്ത് പറയുന്ന വാചകം ഖുർആനാ പറയുന്നത്. സലാമുൻ അലൈക്കും തീബത്തുൻ, സൂറത്ത് സുമറില 70 മുതലുള്ള വചനം. അതിന്റെ അർത്ഥം എന്തറിയോ? മാഷാ അല്ലാഹ്, അസാധ്യ നിസ്കാരമായിരുന്നു നിന്റെ നോമ്പ്, നിന്റെ ചിട്ട, എനിക്ക് എത്ര ഇഷ്ടമായിരുന്നു. ആ ആയത്തിലുള്ളതാണ്. എനിക്ക് എത്ര ഇഷ്ടമായിരുന്നു ചങ്ങായി എൻ്റെ ആ ഇബാദത്ത്. ശരി, അങ്ങനെ നിസ്കരിച്ചു എന്ന് ഉറപ്പുള്ള എത്ര പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കാലിന്റെ വിരലിൽ
ഇങ്ങനെ ആക്കി ഒതു എടുക്കുന്ന എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? ഏറ്റവും ശ്രേഷ്ഠമായ ഒതു അത്. കയ്യിനുള്ളു, കാലിനുള്ളു, അറിയാണ്ട് ഇവിടെ വരെ, കയ്യിന്റെ ഇവിടെ വരെ മുട്ടിൽ വെച്ച് അവസാനിക്കുവാൻ പറയണ്ട. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറയാണ്, ഹൗദുൽ കൗസറിന് വെള്ളം കുടിക്കാൻ വരുമ്പോൾ ഇവിടെയൊക്കെ തിളങ്ങിയിട്ട് ചെല്ലു വരും. അള്ളാഹ് പറയും ഒരു ബിദ്അത്ത് ചെയ്തോലാണ്, നിസ്കാരമൊക്കെ ഉണ്ടായിരുന്ന ഒരു ബിദ്അത്ത് ചെയ്തോലാണ്. അപ്പൊ റസൂൽ പൊയ്ക്കോ. അവിടെ ഒരു ഹദീസ് പറയുന്നുണ്ട്. അതെന്താ അറിയോ? നിങ്ങൾ ഉളു എത്ര കയറ്റി കഴുകിയോ, എത്ര നീറ്റിൽ കഴുകിയോ, ആ ഭാഗമൊക്കെ പ്രകാശിക്കുന്നവരായിട്ടാണ് പരലോകത്ത് വരിക. അപ്പൊ നല്ലൊരു ഉളു ചെയ്യേ, തലയൊക്കെ വളരെ മാന്യമായി തടവൻ. നിസ്കാരത്തിൽ പരമാവധി താഴോട്ട് സുജൂദിന്റെ ഭാഗത്തോട്ട് നോക്കി, റുക്കുവിലൊക്കെ ചെന്ന് അവിടെ നിൽക്കണം. ഇത്തിദാല് വന്ന് ഈ പറഞ്ഞാൽ ആ ദിക്ർ പൂർത്തിയാക്കണം. എന്നിട്ട് സുജൂദിൽ, റുക്കുവില് ഇത് ക്ലാരിറ്റി വരുത്തിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് ഇന്നത്തെ വിഷയം ധന്യായി. ഇപ്പോ ഇബാദത്ത്. അടുത്തത് കുറച്ച് ദീർഘമായ വിഷയമാണ്, പക്ഷെ ഞാൻ ചുരുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇനി എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നമുക്ക് പുതിയ വിഷയങ്ങളും പറയാം ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്താൽ. ഒരു ക്ലാസ് പോലും ഉപകാരപ്പെടാതെ പോലെ നിങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം എന്റെ വകയായിട്ട് ഞാൻ ഒന്നും അറിയില്ല. ഒന്ന് ശ്രദ്ധിച്ചുകട്ടെ. 35-ാമത്തെ അധ്യായം ഏതാ ബസ്ക? 35. 34 സബാണ്, 36 യാസീനാണ്. 35 ഏതായിരിക്കും? മാഷാ അല്ലാഹ്, ഫാത്തിർ. അതിന് 29-ാമത്തെ വചനം. 20 നിങ്ങളെല്ലാം എടുത്തു നോക്കണം. 35-ാം അധ്യായം 29. ഇന്ന് ഈ വചനങ്ങൾ നോക്കണം. അല്ലദീന യത്ലൂന കിതാബല്ലാഹി വ അഖാമുസ്സലാ വ അൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വ അലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. ആയത്തിന്റെ അർത്ഥം എന്താ അറിയോ? ഖുർആൻ നിരന്തരമായി ഓതുക. ഒരാളുടെ സ്വഭാവത്തെ പറ്റി അല്ല പറയുന്നത്. അയാൾ ഖുർആൻ നിരന്തരമായി ഓതും. മാത്രമല്ല 5 നേരവും കൃത്യമായിട്ട്. ഒരു ദിവസത്തെ പറ്റി അറിയുന്നത്, അയാൾ ആ ദിവസം ഖുർആൻ ഓതാത്ത ഒറ്റ ദിവസം അയാൾക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് അയാൾ 5 നേരം നിസ്കാരവും. അല്ലാഹ് പറയുന്നത് ഖുർആന് കൃത്യമായിട്ട് ഓതും, കൃത്യമായിട്ട് നിസ്കരിക്കും. അടുത്ത വാചകം എന്താ അറിയോ? നാം നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കും. അടുത്ത വാചകം എന്താ അറിയോ? തിജാറത്തുൻ ലൻ തബൂർ. ഒരിക്കലും നഷ്ടം സംഭവിക്കാത്തൊരു കച്ചവടക്കാരനാണ് അവന്. ഓനാ സാക്ഷാൽ കച്ചവടക്കാരൻ. നമുക്ക് എത്ര കച്ചവടമുണ്ട്? ഓനാണ് സാക്ഷാൽ കച്ചവടക്കാരൻ. എങ്കിൽ എന്റെ അടുത്ത ചോദ്യം, ഖുർആൻ കൃത്യമായിട്ട് ഓതുന്നവരാണോ ഇരിക്കുന്നത്? അൽ ഖുർആനു റബീയ ഖൽബി. ഖുർആൻ എന്റെ ഹൃദയത്തിന്റെ വസന്തമാണ്. സ്വന്തത്തോട് ചോദിക്ക്, അള്ളാന്റെ ഖുർആനുമായി എത്ര ബന്ധം നമുക്കുണ്ട്? അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്. നമുക്ക് ഹുബ്ബുർ റസൂൽ എന്നൊരു വിഷയം അവതരണുണ്ട്. എന്നായിരുന്നു? നാളെയല്ലേ? ഹുബ്ബുർ റസൂൽ എന്നാണോ നാളത്തെ വിഷയം? ഇൻഷാ അല്ലാഹ് കേൾക്കാൻ പറ്റെങ്കിലും വരണം. എന്ന് ചോദിച്ചു മനസ്സിലാക്കി ഉപകാരപ്പെടാതിരിക്കില്ല ഒരിക്കലും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിക്കും ഉൾക്കൊണ്ടിട്ട് നബിയുടെ ഒരു സുന്നത്ത് എടുക്കുന്നതിലെ ജാഗ്രത അത് നമുക്ക് ശരിക്കും ഉണ്ടാവണം. ഒരു ഉദാഹരണം, നമ്മൾ രാത്രി കിടക്കുകയാണ്, സൂറത്ത് മുൽക്ക് ഓതാൻ പറഞ്ഞു. ആമന റസൂലു ലാ യുകല്ലിഫുല്ലാഹു. 2 വചനം, സൂറത്ത് ബഖറ 285, 86. പിന്നെ അനേക വചനങ്ങൾ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, മുഅവ്വിദത്താനി. ഇതൊക്കെ ഊതി, ഉദുവൊക്കെ ചെയ്ത് ഇതൊക്കെ ഊതി, കയ്യിലൂതി, ശരീരം മുഴുവനും തടവി, വലതു ഭാഗത്തോട് ബിസ്മിക റബ്ബി വദഅതു ജംബീനോ അല്ലെങ്കിൽ വേറെയും ദുആകളുണ്ട്, അതൊക്കെ ചൊല്ലി കിടക്കുക. അങ്ങനെ സുന്നത്ത് എടുക്കാറുണ്ടോ? എഴുന്നേറ്റു, അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതന. കണ്ടോ, നേരത്തെ പറഞ്ഞ ആയത്ത് ഓർമ്മയുണ്ടോ? വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. ഉറക്കത്തിൽ മരണം. ഇവിടെ എന്താ പറയുന്നത്? അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സ്തുതി, മരിച്ചതിന് ശേഷം ജീവിപ്പിച്ച റബ്ബേ നിനക്ക് സ്തുതി. ആ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ചെല്ലേണ്ട കാര്യം എന്താ? പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ? ഉറങ്ങി ബെഡെന്ന് കൊണ്ട് എഴുന്നേറ്റ് ഇരിക്കുക. ഡോറിന് മുട്ടിയപ്പോ നിറം ചാടിയുന്നു, മുഖത്ത് 3 വട്ടം തടവുക എന്നുള്ളതാണ്. സാബിത്ത് വെച്ചാൽ എന്തിനാ നബി? ഉറക്കിന്റെ ചടപ്പ് മാറ്റാനാണ്. കണ്ണിലുള്ള ഉറക്കിന്റെ ചടപ്പ് മാറ്റാൻ ആ സുന്നത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടോ? അതുപോലെ നമ്മുടെ ടോയ്ലറ്റിൽ ബക്കറ്റിൽ വെള്ളം ഉണ്ടാവും. റസൂൽ പറയാം, ടോയ്ലറ്റിൽ നിങ്ങൾ പ്രവേശിച്ചു, ആ ബക്കറ്റിൽ നേരൊക്കെ വെള്ളം കൈയിടരുത് എന്ന്. നിങ്ങളുടെ കൈകൾ രാവിലെ എവിടേക്ക്, രാത്രി എവിടേക്കാണ് മാന്തിയതെന്നും പ്രാപ്പാർത്തതെന്നും നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ആ ബക്കറ്റ് ചരിച്ചിട്ട് കൈ കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് ബക്കറ്റിൽ എന്ത് ചെയ്യാം? കൈയിടാം. ഇത്ര സൂക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടോ? വേണ്ട.
നമ്മൾ ഫ്രൂട്ട് എടുക്കുകയാണ്, വെറൈറ്റി ഫ്രൂട്ടുകളുണ്ട് നമുക്ക് 1, 3, 5, 7 ഇങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടോ? അപ്പോൾ 2 ചപ്പാത്തി കഴിച്ചാൽ 3 കഴിക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഒറ്റയിൽ അവസാനിപ്പിക്കുക, തിന്നുന്നത് എന്തും. ചോറിന്റെ അരിമണിയൊന്നും എണ്ണാൻ പറ്റൂല, അതല്ല ഈ പറയുന്നത്. അങ്ങനെ ചില സംഗതികൾ ഉണ്ടാവും, നിങ്ങൾക്കറിയാം. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നതെന്നും നിങ്ങൾക്കറിയാം. ഈത്തപ്പഴുണ്ട് 3 എണ്ണം, കൂലിയാണ്. റസൂല് ചെയ്തതൊക്കെയും ചെയ്യാം. കൈനകം വെട്ടി ഒതുക്കുക, മീശ വെട്ടി ഒതുക്കുക, നരാണിന്റെ താഴെ തുണി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളോട് പറഞ്ഞ വേറെ ആളുകളൊന്നും നിങ്ങളോട് പറയില്ല. അന്താരാഷ്ട്ര കാര്യങ്ങൾ പറയുന്ന സംഘടനകളാണ് കേരളത്തിലൊക്കെ ഉള്ളത്. ഒരു ദീനും അറിയില്ല. ഒരു ഖുത്ബ കേൾക്കാൻ വന്നാൽ പോലും ഓല അന്ന് അമേരിക്കയിൽ എന്ത് നടന്നു, ലണ്ടനിൽ ഇപ്പോൾ എന്ത് നടക്കുന്നു, നേരെ മറിച്ച് ഇവിടെ എൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു അവർക്ക് വിഷയം തന്നെ അല്ല. നിസ്കരിച്ചാൽ വേണ്ടിയില്ല, നിസ്കരിച്ചില്ല വേണ്ടിയില്ല, നിസ്കരിക്കുകയാണെങ്കിൽ എവിടെ കയ്യെട്ടിയാലും വേണ്ടിയില്ല എന്നത് ശരിയല്ല. കാരണം അത് ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഫലസ്തീനിൽ എന്താ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണം അറിയേ? നേരെ നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നത് എന്തിനാ? പറയ്, ആത്മാർത്ഥമായിട്ട് പറയും. എന്തിനാ? ദീനിലുള്ളത് കറക്റ്റ് കിട്ടി അത് ജീവിതത്തിൽ പാർത്താനല്ലേ. നേരെ ചിന്നേക്കാൾ കൂടുതൽ ഫലസ്തീനിൽ എന്താ നടക്കുന്നത് സോഷ്യൽ മീഡിയ നോക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പക്ഷെ ബുഖാരിയിൽ എന്താ ഉള്ളതെന്ന് എന്നറിയോ? മുസ്ലിമിൽ എന്താ ഉള്ളത്? ആ പണ്ഡിതന്മാർ ആ പണിയെടുക്കണില്ല. ഞാൻ എന്നോടൊരാൾ പറഞ്ഞാണ്, സാറേ ഞാൻ ടൗണിൽ ഇങ്ങനെ ഒരു പള്ളിയിലാണ് പോണത്, ഞാൻ അന്ന് പത്രം വായിച്ചു പോകുന്ന ആ കാര്യം തന്നെ ഉസ്താദെ അയാൾ പ്രസംഗിക്കണേ. ഏതാ ടീം നിങ്ങൾക്കറിയാം, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. അതുകൊണ്ട് അവിടെ വരുന്നു. ഇവിടെ വന്നാൽ 2 ആയത്തും കേൾക്കാം, ഒരു ഹദീസും കേൾക്കാം, ഒരു ചരിത്രവും കേൾക്കാം. ജീവിതത്തിൽ നല്ല മാറ്റം വരുന്നുണ്ട്. മറ്റേ ഞാൻ പത്രത്തിൽ വായിക്കാം, പത്രം അങ്ങോട്ട് ഇടൂ, അത് എന്നെ അവിടെ നിന്ന് ഖുത്ബയും കേൾക്കും. എനിക്കതിൽ പ്രത്യേകിച്ച് എൻ്റെ ജീവിതമായിട്ട് അതിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണേ, മൈന്യൂട്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരികയാണ്. ജീവിതത്തിൽ പകർത്താൻ, പള്ളിയിൽ വരുമ്പോൾ വലത് കാല് വെച്ച് ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല അല്ലാഹു മിഫ്തഹ്ലി. അതിൻ്റെ ഇടയ്ക്കൊരു ചെറിയ ആഡൂറുണ്ട്, അല്ലാഹു മുഫ്ർലി ദുനൂബി അല്ലാഹു മിഫ്തഹ്ലി അബ്വാബ റഹ്മതിക്. ഇത് ചൊല്ലിയിട്ട് പള്ളിയിൽ വന്നാൽ ഒന്നാമത്തെ സഫ് ഒഴിവുണ്ടെങ്കിൽ ആ സഫിലേക്ക് തന്നെ നടന്നു വന്ന് ഒന്നാമത്തെ സഫിന്റെ വലതു ഭാഗത്താണ് ചാൻസ് കിട്ടുന്നെങ്കിൽ ആദ്യം തന്നെ വലതു ഭാഗത്ത്, ഇടതു ഭാഗത്താണ് വേഗം തഹിയ്യത്ത് നിസ്കരിച്ച് അവിടെ ഇരിക്കും. ഇഖാമത്തിന്റെയും തഹിയ്യത്തിന്റെയും ഇടയിലെ ദുആ ഖബൂലിന്റെ ദുആ. അപ്പൊ ദുആ ചെയ്യാൻ ഖുർആൻ ഓതാം, രണ്ടും ചെയ്യാറുണ്ടോ? എനിക്ക് പലപ്പോഴും സങ്കടം തോന്നിയത്, പള്ളിയിൽ പോകുമ്പോൾ പരമാവധി ഫോൺ എടുക്കാതിരിക്കുക. ഇനി ഫോൺ എടുത്താൽ തന്നെ കീശയിൽ വെക്കുക, നിലത്ത് വെക്കാതിരിക്കുക. അതെന്നെ അതിന്റെ സ്ക്രീനെ നമ്മളിലേക്ക് ആക്കി വെക്കാതിരിക്കുക, ഫോൺ വരുന്നത് കാണുന്ന ഒരവസ്ഥ അല്ലാതിരിക്കുക. കാരണം നിസ്കാരത്തിന് ശ്രദ്ധ തെറ്റിപ്പോവും. അതൊന്നും വരാതിരിക്കുക. ഞാൻ പറയുന്നത് ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ മരണം വന്നെത്തും മുമ്പേ എന്ന ഈ ക്ലാസ്സിൽ എന്തൊക്കെയോ തെർത്തീബാക്കാനുണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് തോന്നിയോ? ഒന്ന് കൈയൊന്നിച്ച് അങ്ങനെ തോന്നിയവര്, ഇതൊക്കെ ഒന്ന് തെർത്തീബാക്കാനുണ്ട്. ശരി, ഈ ക്ലാസ് വിജയിച്ചു, അത്രയും നമ്മൾ ഉദ്ദേശിച്ചു. ഞാനും നിങ്ങളും ഓരോരുത്തർക്കും അറിയാം ഓരോരുത്തരുടെ തിന്മ എന്താണ്. എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ വാചകം എന്തായിരുന്നു? ഹാസിബു. ആ പോയിന്റിൽ മനസ്സിനൊന്നും ഉടക്കിയിട്ടൂടെ? മരണം എപ്പോഴും വരാം, അതിന് മുമ്പ് അബൂദറെ ഒരുങ്ങിക്കോ എന്ന് റസൂൽ ചോദിച്ചില്ലേ? അങ്ങനെ നമ്മൾ ഒരുങ്ങുക, ജീവിതത്തിൽ നിന്ന് വിമലീകരിക്കുക, ചിട്ടപ്പെടുത്തുക. സഹാബത്തിന്റെ പ്രത്യേകത ഒരു കാര്യം അവർ കേട്ടാൽ അന്ന് അവർ നടപ്പാക്കും. ഒറ്റ സംഭവം പറയാം. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് പറയാണ്, റളിയല്ലാഹു തആല പറയാണ്, 10 ആയത്ത് ഇറങ്ങിയാൽ ഞങ്ങൾ എന്തോ ഒരു ആർത്തിയായിരുന്നു ഞങ്ങൾക്ക്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് പറയാണ്, ഞങ്ങൾ ആ 10 ആയത്ത്, അവർ പറയുന്ന പോയിന്റ് തന്നെ എങ്ങനെയാണ്, മഗ്‌രിബിനാണ് ഈ 10 ആയത്ത് ഇറങ്ങിയെങ്കിൽ സുബഹി ആവുമ്പോഴേക്ക് ഈ 10 ആയത്ത് ഞങ്ങൾ പഠിക്കും. എങ്ങനെ? മഗ്‌രിബിനാണ് ഇറങ്ങിയെങ്കിൽ സുബഹി ആവുമ്പോഴേക്ക് ഈ 10 ആയത്ത് പഠിക്കും. എന്നിട്ട് അദ്ദേഹം അടുത്ത വാചകം പറയുന്നത് അറിയോ? ഈ 10 ആയത്തിൽ 5 എണ്ണം ഹറാമാക്കിയിട്ടുണ്ടാവും, എന്നേ ചെയ്യരുത് എന്നായിരിക്കും ഉണ്ടാവുക. അത് കംപ്ലീറ്റ് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തു. ഇന്ന ഖൈറാത്ത് ആഡ് ചെയ്യണം എന്നായിരിക്കും ഉണ്ടാവുക, അത് ഞങ്ങൾ ആഡ് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ 11ാമത്തെ ഒരായത്ത്, അല്ല പിന്നെ ഇതിങ്ങനെ നോക്കിപ്പോന്നില്ല, എന്താ അർത്ഥം? ഇതിന്റെ കണ്ടന്റ് എന്താണെന്നൊന്നും അറിയില്ല, പിന്നെ എന്തിനത്? ഇത് നമ്മൾ നടപ്പാക്കുക. അവസാനിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണം. ഒരുപാട് പ്രതിസന്ധികൾ ശാരീരികമായി ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണം. 1, 2 കണ്ണിന്റെ കാഴ്ച ഇടയ്ക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. 8 തവണ ആക്സിഡന്റ് പറ്റി, കഴിഞ്ഞതിന് ആക്സിഡന്റ് പറ്റി 2 ലക്ഷം റുപ്യാണ് കാറ് നന്നാക്കാൻ മുടക്കി. കാഴ്ച നഷ്ടപ്പെട്ടു, ഷുഗർ കൊണ്ട് ഒരു 10-12 മണിക്കൂർ കാഴ്ച ഉണ്ടാവില്ല.
അല്ല ഈ ചെവി ഇതില്ല, ഈ ചെവിയേ ഉള്ളൂ, അതിന് 50% ഉള്ളൂ. അതുപോലെ പാൻക്രിയാസ് പ്രവർത്തിക്കുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ. ഇത് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ മോഹം കൊണ്ടാണ് ജീവിക്കാൻ. എന്തിന്? പരമാവധി ദീനും അറിയാനുള്ള മോഹം കൊണ്ട്. ഇന്നൊക്കെ എനിക്ക് ഒരു 100 കൊല്ലം ഉള്ള ആയുസ് തന്നാൽ അത്രയും ശിർക്കാണ് ഈ സമൂഹത്തിൽ. ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്ന ശിർക്കിൻ്റെ ചർച്ച കേൾക്കുമ്പോൾ ആയുസ് കിട്ടണം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ദുആയിൽ കുറച്ച് ദിവസമെങ്കിലും, പിന്നെ മറക്കും, പിന്നെ നമ്മൾ സ്വാഭാവികതയിലേക്ക് വരും. ഞാൻ നിങ്ങളെ ഓർക്കും, ഞാനും മറക്കും. പക്ഷെ എന്നാലും ഓർമ്മ വരുമ്പോൾ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ദുആയിൽ പടച്ചോനെ ബാലുശ്ശേരിക്ക് ആരോഗ്യം നൽകണേ, ദീർഘായുസ് നൽകണേ, ദീന് പറയാനുള്ള കഴിവ് നൽകണേ, ആരെയും വഞ്ചിക്കുന്ന ഒരു ഉസ്താദ് അദ്ദേഹം ആകരുതേ, ഹറാമപ്പെട്ടു പോകുന്ന ഒരാൾ അദ്ദേഹം ആകരുതേ എന്നൊക്കെ നിങ്ങൾ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, അതിൽ വ്യാഴവും വെള്ളിയും വളരെ കുറച്ച് ഗ്രാൻഡായിട്ടുള്ള നമ്മുടെ പ്രോഗ്രാമാണ്. അതിൽ വെള്ളിയാഴ്ചത്തെ പ്രോഗ്രാം ഹൈന്ദവ പ്രതിനിധി ഉണ്ടാവും, ഒരു പള്ളിയിൽ അച്ഛൻ ഉണ്ടാവും, ഒരു സന്യാസി ഉണ്ടാവും, ഞാനും ഉണ്ടാവും. അപ്പം നിങ്ങൾക്കൊക്കെ പരിചയത്തിലുള്ള നിങ്ങളെ നോൺ മുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളെയൊക്കെ ആ പ്രോഗ്രാമിൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ നിയ്യത്ത് വെക്കുക. നീ കാരണം ഒരാൾ ഹിദായത്തിലായാൽ ഈ ലോകം മുഴുവനും. അപ്പോൾ ഒരാളെങ്കിലും ഞാൻ എൻ്റെ കൂട്ടുകാരനായിട്ട് എത്തിക്കുന്ന ഓരോരുത്തരും തീരുമാനിക്കുക ഇവിടെ ഇരിക്കുന്ന ആ പ്രോഗ്രാമിൽ. അപ്പം ആ കാര്യത്തെ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ദീർഘിച്ചെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ ആംഗ്യം കാണിച്ചപ്പോൾ കുറച്ചുകൂടി പറഞ്ഞോളിന്ന് ആംഗ്യം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി മുന്നോട്ട് പോയതാണ്. അള്ളാഹു ഖൈറ് നൽകട്ടെ. എല്ലാവിധ ചിന്മകളിലും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന നല്ല മനുഷ്യന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഒരുപാട് പ്രാരാബ്ദങ്ങൾ അനുഭവിക്കുന്ന ഈ സദസ്സിലുണ്ടെന്ന് എനിക്കറിയാം. അവരുടെ സാമ്പത്തിക പ്രതിസന്ധി, അതാണ് അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അള്ളാഹു അവർക്ക് അത് ദൂരീകരിച്ചു കൊടുക്കട്ടെ. അള്ളാഹു ഔന്നിത്യമുടയവനാണ്. അള്ളാഹുവിൻ്റെ ഖജനാവ് കാലിയാവൂല. അള്ളാഹു ഒരു വഴി കാണിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ പ്രശ്നം. അള്ളാഹു നമ്മളോട് ഔദാര്യം കാണിക്കുമാറ് നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി തീരാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. എല്ലാ കടബാധ്യതകളും തീർത്ത് സന്തോഷത്തോടുകൂടി മരിക്കാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ വിളിച്ചേർക്കട്ടെ. രോഗം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരുപാട് ആൾ നമ്മുടെ കുടുംബത്തിലും നമ്മളിലും ഉണ്ട്. അവർക്കൊക്കെ അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാവർക്കും വെളിച്ചം നൽകട്ടെ, ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കുന്ന മുത്തക്കികളിൽ അള്ളാഹു നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.